ടോപ്പ് ഞാൻ ഈ വക്കീൽ പണിയൊക്കെ നിർത്താൻ പോടാ. നമുക്ക് പോയ കൊട്ടേഷൻ പണി പറ്റുള്ളൂ. കാശ് ഒതുക്കുമ്പോൾ അയാൾ ഒരുമാതിരി മിമിക്രി കാണിക്കും. എടാ മച്ചു, എന്തെങ്കിലും കൊട്ടേഷൻ പണി ഉണ്ടെങ്കിൽ പറയണേ. നമ്മുടെ ടൂൾസിനെങ്കിലും ഒരു പണിയാവില്ല. വരണുണ്ട് കാർ ഷെഡിലിട്ട് 2 വീലറും കൊണ്ട് കൊച്ചിയിൽ ഇങ്ങനെ ഒരു വെച്ചില്ല ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വിളിക്കാം. സാർ ഗുഡ് മോർണിംഗ്. സാർ ഇന്നലെ ന്യൂസ് അവറിൽ കലക്കിട്ടാ ചുംബന സമരമൊക്കെ നാടിന് ആവശ്യമാണ് സാറേ. ടിവിയിൽ ഞാനങ്ങനെ പലതും കാച്ചും. അത് കേട്ട് നീയൊക്കെ ചുംബിക്കാൻ ഇറങ്ങിയാലുണ്ടല്ലോ അടിച്ചതിന്റെ പുഴുപ്പല് ഞാൻ തെറിപ്പിക്കും കേട്ടാ. അഡ്വക്കേറ്റ് ബാബുരാജ് വെച്ചോ. രാവിലെ ആരാ വന്നു? കാവ്യമാധവനും അമ്മയും വന്നിട്ടുണ്ട്. കാവ്യമാധവൻ? ആ കാവ്യയുടെ കണ്ണിൽ മാധവൻ ഒരു സക്സസ്ഫുൾ ഹസ്ബൻഡ് അല്ല അല്ലേ? ഒളിച്ചോടി പോയി കെട്ടിയതുകൊണ്ട് അവള് പറയില്ല സാറേ. ഞാൻ പറയാം, അവനൊരു അലവലാതിയാന്നേ. കുടിക്കാൻ അവന്റെ കാശുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ ഗോവയിലോ സിംഗപ്പൂരോ ഒരു വീക്കെൻഡെങ്കിലും അവളെ കൊണ്ടുപോയിട്ടുണ്ടോ സാറിന് ചോദിച്ചു നോക്കിക്കേ. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു 4 ആളെ വിളിച്ചു വരുത്തി ഒരു വെൽവെറ്റ് കേക്ക് കെട്ടാൻ അവന്റെ കാശില്ല. എന്തിന്? മാസം തോറും ആ ജയലക്ഷ്മിയിലോ ഷീമാട്ടിയിലോ കൊണ്ടുപോയി ഒരു 10-20 സാരി. അതിന് പോലും ആ കഞ്ഞിയെ കൊണ്ട് കഴിയുന്നില്ല. ഭർത്താവാണത്രേ. ഇതുവരെ മൾട്ടിപ്ലക്സിൽ കൊണ്ടുപോയി ഒരു സിനിമ കാണിച്ചിട്ടുണ്ടോന്ന് വക്കീലൊന്ന് ചോദിച്ചു നോക്കി. അതുമല്ല, കാവ്യമോള് ഹോസ്പിറ്റലിലെ ജോലിയെല്ലാം കഴിഞ്ഞു വന്ന് അവന്റെ അടുക്കള കിടന്ന് നരകിക്കുക. അപ്പോ കിടപ്പ് അടുക്കളയിലാണ്. രാത്രിയിൽ അവന് കഞ്ഞിയെ ഇറങ്ങൂ. അത് കുടിക്കാമോ? ഷുഗർ അല്ലേ? കഞ്ഞി ബെസ്റ്റ് അല്ലേ? കഞ്ഞി കുടിച്ചിട്ട് ഇതുവരെ ഒരു മലയാളി മരിച്ചിട്ടില്ല. പോത്തമ്മക്കില് പോയിന്റ് പറയാം. പോയിന്റ് നമ്പർ 1, മദർ ഇൻ ലോ പറയുന്നു സൺ ഇൻ ലോ ഒരു കഞ്ഞിയാണ്. എക്സാക്ട്ലി. മാധവന്റെ ഭാഗം പറയാൻ ഇവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് മാധവന് വേണ്ടി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. എന്നോടൊന്നും തോന്നരുത്. വെഡിങ് ആനിവേഴ്സറിക്ക് 2000 ബക്സിന്റെ ബട്ടർ കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യാൻ കഴിവില്ലാത്തവൻ കഞ്ഞിയല്ല. ലുലു മാളിലും ഷീമാട്ടിലും മാസം കൊണ്ടുപോയി 25,000 രൂപ സാരി വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവൻ കഞ്ഞിയല്ല. അമ്മായിയമ്മയ്ക്ക് സീരിയൽ കാണാനും ഭാര്യയ്ക്ക് സ്റ്റാർ TV കാണാനും 2 TV വാങ്ങാൻ പാങ്ങില്ലാത്തവനെ കഞ്ഞി എന്ന് വിളിച്ച് അവമാനിക്കരുത്. അടുക്കള കൊട്ടാരമാക്കാനും ഭാര്യ ഐശ്വര്യ റോയെ പോലെ അണിയിച്ചൊരുക്കാനും പാങ്ങില്ലാത്തവൻ ദണ്ണം വരുമ്പോൾ കുടിക്കും. അവരുടെ സങ്കടത്തിന്റെ നീളമാണ് ബിവറേജസ് കോർപ്പറേഷന് മുമ്പിൽ കാണുന്ന നീണ്ട ക്യൂ. അവിടെ കൊടുക്കും. നോ താങ്ക്സ്, ഞാൻ ജ്യൂസേ കുടിക്കും. കാവ്യ ഭർത്താവിനെ മനസ്സിലാക്കണം. വിജയിച്ച ഭർത്താക്കന്മാർക്ക് മാത്രമുള്ളതല്ല ഈ ഭൂമി. തോറ്റുപോയ ഭർത്താക്കന്മാർക്കും ഇവിടെ ജീവിക്കണം. കാവ്യ ഒരു നേഴ്സല്ലേ. മദ്യപാനം ഒരു രോഗമാണ്. രോഗിയെ ഉപേക്ഷിക്കലല്ല, ശുശ്രൂഷിക്കലാണ് നഴ്സിന്റെ ഡ്യൂട്ടി. വല്ലവരുടെയും വാക്ക് കേട്ട് ദാമ്പത്യം വെട്ടിമുറിക്കുമ്പോൾ മുറിവേൽക്കുന്നത് നിങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനുമാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സോറി സർ, എനിക്ക് ഡിവോഴ്സ് വേണ്ട. മോളെ കാവ്യ, അമ്മ ഇനി ഈ കാര്യം പറഞ്ഞതിനെ നിർബന്ധിക്കരുത്. മോളെ അമ്മ പറയട്ടെ. മാധവേട്ടനെ ഞാൻ എന്തായാലും ഉപേക്ഷിക്കില്ല. ഇതാണ് സ്നേഹമുള്ള ഭാര്യ. ഇത് അമ്മായി അമ്മ. എടോ വക്കീലേ, താനിതിനെ അനുഭവിക്കും. കൊടുങ്ങല്ലൂർ അമ്മയാണ്. താനും തന്റെ ഭാര്യയെ തല്ലിപ്പിരിച്ച് ഡൈവേഴ്സായി മുടിഞ്ഞു പോകും. നോക്കിക്കോ. അടുത്ത വിശേഷം പോടാ ഞെരുപ്പിരുവല്ലേ. വന്നു കയറിയ ധനലക്ഷ്മി ബാങ്കിനെയാ സാർ കലിപ്പാക്കി വിട്ടത്. ഇതൊരു മതി കച്ചറ ചീത്തായി പോയി. ഡൈവോഴ്സ് പോയെന്ന് മാത്രമല്ല, ആ തള്ളയുടെ വക കൊട്ടേഷൻ മേടിക്കുകയും ചെയ്ത്. ഹാപ്പി ആയല്ലോ. തൊലിയാണ്. ആ സ്ത്രീയുടെ 3 ഡൈവോഴ്സ് നടത്തിയത് ഞാനാ. അതൊന്നും പോരാതെ കൊതി തീരാഞ്ഞിട്ട് ആ സ്ത്രീ ഇറങ്ങിയിരിക്കുക മകളുടെ താലി പൊട്ടിക്കാൻ. ചിലർക്ക് അങ്ങനെയാ, താലി അലർജിയാ. ചില വക്കീലന്മാർക്ക് കേസും. അടുത്താരാ? IT വൈഫ് പോക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരു IT കാരൻ വന്നിട്ടുണ്ട്. റോമാൻസ് ഇഞ്ച്. വിളിക്ക്. റോമാഞ്ച്. മിസ്റ്റർ റോമാഞ്ച്. ഐ വോണ്ട് ഡിവോഴ്സ്. പണം എനിക്കൊരു പ്രശ്നമല്ല. അത്താണ്. സാർ ആദ്യം കൗൺസിൽ ചെയ്യാനൊക്കെ നോക്കും. പതറരുത്. മിസ്റ്റർ റോമാഞ്ച്, നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചിക്കണം. ബാക്കി ഞാനുണ്ട് കൂടെ. വാ, കമോൺ. ഭാര്യയുടെ നമ്പർ ഉണ്ടോ? അച്ഛനെങ്ക അച്ഛൻ താഴെയുണ്ട്. കൂടെ ആ കനിയാൻറ്റി ഉണ്ട്. LP അറിഞ്ഞോ? തൃപ്പൂണിത്തറയിലെ ഒരു മകൻ അമ്മേനെ കഴുത്തെടുത്ത് കൊന്നൂന്ന്. ഷൂട്ട് ചെയ്ത ഫൂട്ടേജ് കണ്ടിട്ട് എന്റെ പൊന്നോ സഹിച്ചില്ലട്ടാ. അവൻ വല്ല ബീഹാറി ആയിരിക്കും. എന്റെ പൊന്നു ക്ഷേമടത്തി, അവൻ ബീഹാറിയല്ല, നല്ല 1-ാം തരം മലഹാറിയാ. സ്വന്തം ഭാര്യയുടെ ചാരിത്രത്തിൽ സംശയം തോന്നിയ അച്ഛൻ മകനോട് പറഞ്ഞു, വെട്ടണം നിന്റെ അമ്മയുടെ കഴുത്തുനിന്ന്. കേട്ട പാതി മകൻ കോടാലിയുടെ തുരട്ട കീച്ചാണ്. അമ്മയുടെ തല വേറെ, ഉടല് വേറെ. ആ മകൻ അതേ കോടാലി കൊണ്ട് എറിഞ്ഞുണ്ടാക്കിയ നാടാണ് ഈ ശ്യാമസുന്ദര കേദാര ഭൂമി. ഈ കേദാര ഭൂമിയിൽ ജനിച്ചവരാരും മോശമാവില്ല. അമ്മയല്ല, ആര് വേണേ.
ദേ കോടികളുടെ മുകളിൽ ഞാൻ തീകൂരിട്ടു. അല്ല പറയായിരുന്നേ, തമിഴന്മാര് പണിമുടക്കിയ മലയാളികളുടെ കഞ്ഞൂടി മാത്രമല്ല ഇസ്തിരി ഇടലും മുട്ടും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇന്നലെ പച്ച വരാത്തോടെ ഞാൻ ചുളുങ്ങിയ കോട്ടിട്ടുണ്ടാ കോടതി പോയത്. ആ കേസും മര്യാദക്ക് നടത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഏതായാലും ഈ പണി പഠിച്ചിട്ട് തന്നെ പിന്നത്തെ കാര്യം. പ്രതിസന്ധികൾ മനുഷ്യന് മാറ്റുരച്ച് നോക്കാനുള്ളതാണ്. പോയോ? മലയാളികളെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അപ്പൊ ഞാൻ പോട്ടെ. അല്ല അപ്പൊ ഈ ചുരിദാർ തേച്ചിരാന്ന് പറഞ്ഞിട്ട് നല്ലവണ്ണം അമർത്തി തേച്ചോളൂ. ആ കൊളസ്ട്രോളൊക്കെ അങ്ങോട്ട് ഇളകി പോട്ടെ. മിസ്റ്റർ എൽ പി ക്ഷേമെടുത്തി തേക്കാൻ അറിയോ? എന്റെ പൊന്നു ടീച്ചറുടെ കേസ് ഞാൻ പഠിച്ചു. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലപ്പോൾ താലി ഇറക്കേണ്ടി വരും. നിങ്ങളോട് ആരാ മണിയറ കുമ്പസാര കൂടാക്കാൻ പറഞ്ഞു? ടീച്ചറെ, ആദ്യ രാത്രിയിൽ വധൂവരന്മാർ പഴയ കാര്യങ്ങൾ റീവൈൻഡ് ചെയ്യരുത്, ഫോർവേഡ് ചെയ്യരുത്. ഓൺലി പ്ലേ 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 പ്ലേ. 5 അബോർഷൻ വരെ ചെയ്ത പെണ്ണുങ്ങൾ ആദ്യ രാത്രി പറയുന്നത് എന്താണെന്നറിയോ? പിന്നല്ലേ പണ്ടെങ്ങാണ്ടൊരു ഫ്രണ്ടിന്റെ കൂടെ കൊടൈക്കനാലിലൊന്ന് കറങ്ങാൻ പോയ ടീച്ചറുടെ ഫ്ലാഷ് ബാക്ക്. ടീച്ചറെ, ചില പാപങ്ങൾ തുറന്നു പറയാനുള്ളതല്ല, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോട്. കേട്ടാൽ അവർ തകർന്നു പോകും. നീ എന്താ കഴിക്കാത്തത്? സോറി, ഇവിടെ പറഞ്ഞ ടീച്ചറെ. പിന്നെ ടീച്ചറെ, ഫീസ് ചോദിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പേഴ്സ് എടുക്കാൻ മറന്നു എന്ന് പറയല്ലേ. പെട്രോളിനൊക്കെ വില കുറച്ചിട്ട് എന്നാ കൂട്ടിരിക്കുന്ന അറിയാവോ? ശരി. കല്യാണം നടത്താൻ ലക്ഷക്കണക്കിന് ചിലവാക്കും. ഡൈവേഴ്സിന്റെ കാര്യം വരുമ്പോ 10 പൈസ കൊടുക്കൂല. അച്ഛാ, എനിക്കൊരു ഡൗട്ട്. നമ്മുടെ അമ്മയ്ക്ക് വല്ല ലൈനും ഉണ്ടോ? എപ്പോഴും എന്തോ തിങ്ക് ചെയ്തോണ്ടിരിക്കുക. ഐൻസ്റ്റീനും ഭയങ്കര ചിന്തിങ് ആയിരുന്നു. പിന്നെ നീയൊക്കെയല്ലേ സൈസ്. വലുതാവുമ്പോ എന്താവുമെന്ന് ഓർത്ത് ഏതമ്മയ്ക്കാണ് ചിന്തയില്ലാത്തൊരു ചിന്ത. അവളുണ്ടാക്കിയത് വെട്ടി വിഴുങ്ങിട്ട് അവളെ തന്നെ കുറ്റം പറഞ്ഞു. ഒരു ഡൗട്ട് ചോദിക്കാനും പാടില്ല. ഒന്നുമില്ല. ഞാൻ ഗേറ്റ് അടക്കുമായിരുന്നു. പുറത്ത് മുഴുവൻ പട്ടികളാ, പേപ്പട്ടികൾ. രഞ്ജിനി ഹരിദാസിനെ ഒന്ന് കാണട്ടെ. കഴിഞ്ഞ ആഴ്ച ആ പാവം കരിയുടെ സ്കൂട്ടറിന്റെ സീറ്റ് ചെയ്ത പട്ടികൾ കടിച്ചു കയറിയത്. വാ. വാ. അച്ഛാ, എന്നെ ഇന്ന് അവഞ്ചേഴ്സ് കാണിക്കോ? അതൊക്കെ തീരുമാനിക്കുന്ന എന്റെ ഭാര്യ. നമ്മളെങ്ങും പോകുന്നില്ല. ഈ അമ്മ ഭയങ്കര ബോറാവുന്നുണ്ടേ. മോളെ, അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ്. നീ വല്ലപ്പോഴും ഉഴപ്പി തോറ്റു കൊടുക്കുക, എന്നാലേ നീ എന്റെ മോളാവുള്ളൂ. അച്ഛാ, മലയാളത്തിലെ 3 എഴുത്തുകാരുടെ പേര് പറയാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത്, രഞ്ജി പണിക്കർ, ബെന്നി പി നായരമ്പലം. പൂത്ത വക്കീലേ. കനത്ത മഴയിൽ മുംബൈയിലെ റെയിൽ ഗതാഗതം താറുമാറായി. കൊച്ചിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിശാ പാർട്ടിക്കിടെ നടന്ന പോലീസ് റെയ്ഡിൽ മയക്കുമരുന്നുമായി പിടിയിലായത് പ്രശസ്ത റഷ്യൻ DJ ലെസ്ലി മാർക്കോ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഇയാളുടെ പക്കൽ നിന്ന് 57 ഗ്രാം റഷ്യൻ സീക്രട്ട് എന്നു പേരുള്ള മയക്കുമരുന്ന് തന്നെയാണ് കണ്ടെത്തിയതെന്ന് DCP ജീനാബായി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നഗരത്തിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, ചില വീട്ടമ്മമാരും മയക്കുമരുന്നിന് അടിമകളാണെന്ന് DCP ജീനാബായി കൂട്ടിച്ചേർത്തു. സാറേ, ഞാൻ തളത്തിൽ ശ്രീനിവാസൻ, KSRTC ഡിപ്പോ മാനേജരാ. തളത്തിൽ ദിനേശന്റെ ആരായിട്ട് വരും? അതാരാ? ആരുമായിട്ട് പറ.
എന്റെ സാറേ ആറ്റ് നോറ്റിരുന്ന എന്റെ ഭാര്യ ഗർഭിണിയായത്. കൺഗ്രാറ്റുലേഷൻസ്. ശ്രീനിവാസൻ ഭാഗ്യവാനാണല്ലോ. അത് പറയാനാ സാറേ ഞാൻ വന്നത്. ആ. അർഹിക്കാത്ത ഒരു ഭാഗ്യവും എനിക്ക് വേണ്ട സാറേ. അത് എന്റെ കുഞ്ഞല്ലെന്നേ. തന്റെ കുഞ്ഞല്ലെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? സാറേ, തൃശ്ശൂർ ടു പോര് റൂട്ടിലെ ഡ്രൈവറാ വസന്തൻ. ആ. വസന്തന്റെ ലാസ്റ്റ് ചാൽ എന്റെ വീട്ടിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി സാറേ. താൻ രാത്രി വീട്ടിലെത്തുമ്പോ എത്ര മണിയാവും? രാത്രി പാതിരിയാവും സാറേ ഞാൻ ഡിപ്പോയിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പോഴേക്ക് പോരും കഴിഞ്ഞ് അവൻ പോയി കഴിഞ്ഞിരിക്കും. സുഗുണൻ സാക്ഷിയാ. ആരായി സുഗുണൻ? ഡാമിലെ നൈറ്റ് വാച്ചറാ. താനിത് എങ്ങോട്ടാ പോകുന്നത്? അയ്യോ സോറി, സത്യസന്ധനാ. രാത്രി കൃത്യം 6 മണിക്ക് തന്നെ ജോലിക്ക് വരും. ഞാനേ KSRTC-യാ. വഴിയിൽ ആര് കൈ കാണിച്ചാലും നിർത്തുന്ന പ്രൈവറ്റ് ബസ്സിൽ എനിക്ക് കയറണ്ട. എനിക്ക് ഡൈവോഴ്സ് വേണം. എന്നിട്ട് വേണം വേറൊരു കല്യാണം കഴിക്കാൻ. ഇനി ഒരു പതിവ്രതയെ തന്നെ ഞാൻ കെട്ടു. നമ്മൾ രാത്രി ഡിപ്പോ പൂട്ടി വരുമ്പോ പൂമുഖത്ത് ഒരു ഗ്ലാസ് ഹോർലിക്സുമായിട്ട് അവളെ കാത്തു നിൽക്കണം. ഒരു ഗ്ലാസ് ബൂസ്റ്റ് ആയ കുഴപ്പമുണ്ടോ? ഏതായാലും എനിക്കൊരു ബൂസ്റ്റിന്റെ കുറവുണ്ട്. സാറിന് മനസ്സിലായോ? എല്ലാം എനിക്ക് മനസ്സിലായോടോ. ഓ ശ്രീനിവാസ, ഓ താൻ ബെഡ്റൂമിൽ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു പോയ ഒരു പഴയ ലൈലാൻഡ്. അവളാണെങ്കിൽ വോൾവോ. ഭാര്യയാണെ ഒരു നാണൊക്കെ വേണ്ടേ സാറേ? അത് ആസത്തിനില്ല. വേണമെന്ന് ഒരു മാരേജ് ആക്ടിലും പറഞ്ഞിട്ടില്ല. എടോ, സെക്സിൽ ഭർത്താവ് ആക്റ്റീവ് പാർട്ട്ണറും ഭാര്യ പാസീവ് പാർട്ട്ണറും ആയിരിക്കും എന്ന് പറയുന്നതൊക്കെ പഴയ വാത്സ്യായനം തിയറിയ. ലെവൽ ഓഫ് ആക്ടിവേഷൻ ഭാര്യയ്ക്ക് ഇത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ അവൾ ഉടനെ പിഴ, കുലട, വസന്തൻ, ജാരൻ. എടോ, നൈറ്റ് ഡ്യൂട്ടിക്ക് പോയവൻ തന്റെ ഭാര്യയുടെ ജാരനെ എങ്ങനെയാടോ കാണുന്നത്? അല്ല അത് പോരിൽ തോറ്റവന്റെ വെറും തോന്നല തന്റെ വസന്തനും സുഗുണനും ഒക്കെ. താനുണ്ടാക്കിയ കഥാപാത്രങ്ങൾ ശരിയല്ലേ? ഇങ്ങോട്ട് നോക്കണം. തന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് തന്നെ എന്താ വിളിക്കുന്നേ? അച്ഛാന്ന്. പിന്നെ എന്തിനാണോ ഡൈവോഴ്സ്? മാഡം, ഇവിടെ നിന്നാണ് രാജുവിന്റെ ബോഡി കിട്ടിയത്. ക്രൈം സീനിൽ നിന്ന് വല്ല എവിഡൻസും കിട്ടിയോ? ഒരു ആംസ്ട്രിങ് കിട്ടിയിട്ടുണ്ട്. ആ ചെക്കൻ സ്നേഹിച്ച പെണ്ണിന്റെ ആങ്ങളമാര് കൊടുത്ത കൊട്ടേഷനാ. നോ, കില്ലർ ഇസ് എ വുമൻ. എൻ്റെ ശ്രീനിവാസ, പതിവ്രത എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി എന്നല്ല അർത്ഥം. ഏതൊരു ഭാര്യയുടെയും ആഗ്രഹം അവളുടെ ഭർത്താവിനെ ഒരു ഹീറോ ആയിട്ട് കാണാനാ. അറ്റ്ലീസ്റ്റ് അവളുടെ മുമ്പിലെങ്കിലും. അപ്പൊ ഡൈവോഴ്സ് വേണോ? വേണ്ട സാറേ, ആ മോൻ എന്നെ അച്ഛാന്ന് വിളിച്ചോട്ടെ. നോക്കുന്ന സ്കൂളില്ലേ? ഇവളുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ മരിച്ചു. ഇവിടെ ഫ്ലാറ്റിൽ വന്നപ്പോൾ വാസുകി അവിടെ ഇല്ല. ഞാൻ കുറെ ട്രൈ ചെയ്തൊക്കെ കിട്ടിയില്ല. ഇനിയിപ്പോ ഒളിച്ചോടി എങ്ങാനും പോയോ? ഇതാണോ സാറിന്റെ പതിവ്രത? ഒന്ന് എണീറ്റ് പോടും. അമ്മ എവിടെ പോയതായിരിക്കും? ചേട്ടൻ ഒന്ന് വാ. ചേട്ടൻ പോകുമ്പോ വൈഫിന്റെ നമ്പർ ഒന്ന് തരണം. അതെന്തിനാടോ? ചെറിയ കാര്യം എനിക്കെന്തിനാ എന്റെ ഭാര്യയുടെ നമ്പർ? ഞാനിതുവരെ വോൾവോ ബസ് കയറിയിട്ടില്ല. ഞാൻ പതിവ്രതയാണെന്ന് അയാൾക്ക് എങ്ങനെ മനസ്സിലായി ലൂച്ച? ഇപ്പൊ ഫോൺ ഓഫായി. ഈ പുറത്തു പോകുമ്പോ വാസുവിക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? കൃത്യം 10:30 തന്നെ ഇവളുടെ പ്രിൻസിപ്പൾ തട്ടിപ്പോകുന്ന അവൾ അറിഞ്ഞോ? അമ്മയ്ക്ക് ഒരു ലൈൻ ഉണ്ട്, ഷോറാ. കഴിവറോളെ, എന്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ലൈനേ നിന്റെ തന്തയ്ക്കാ. ചുറ്റിക്കളി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. പക്ഷെ പുറത്തങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ലൂച്ച, നിങ്ങൾ ഫുൾ ആവാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് റിവെഞ്ച് ചെയ്യണം. നിങ്ങൾ വാസുകിനെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്നെ കെട്ടിക്കോ. ഇറങ്ങടി, ഇറങ്ങടി കുരിശേ. നിന്നെ പിന്നെ കെട്ടി എന്നെ വേണം പറയാൻ. പിന്നിലല്ലോ, മുന്നിലല്ലേ? എവിടെയാണെങ്കിലും ഇറങ്ങി. ഇവിടെ ഒരു ടാക്സി പോലും കിട്ടില്ല. ഭയങ്കര വെയിലാണ്. നടന്നു വന്നാ മതി. ഞാൻ തമാശക്ക്. നിനക്കെന്താണ് എന്റെ വൈഫിനോട് ഒരു പുച്ഛം? ദേഷ്യം എനിക്ക്. എന്റെ അമ്മ ഇന്റലിജന്റ് ആവണമെന്നാ എന്റെ ആഗ്രഹം. അത് വിട്. വലിയ ഡിഗ്രി ഒന്നും ഇല്ലെങ്കിലും അഗതാ ക്രിസ്റ്റിയേക്കാളും കാഞ്ഞ ബുദ്ധിയാവും. ആ കുരുട്ടി ബുദ്ധി കണ്ടല്ലേ ഞാൻ അവളുടെ ഫാനായത്. എന്ത് പറഞ്ഞാലും ഒരു തമാശ. പപ്പ ശ്രദ്ധിച്ചോ, ഈയിടെയായി അമ്മ ഒട്ടും കൂളല്ല. പഴയ ക്ലെൻലിനെസ് ഒക്കെ എവിടെ പോയി? വാഷ് ചെയ്ത ഡ്രസ്സൊക്കെ എന്റെ റൂമിലിട്ടാണ് ഉണക്കുന്നത്. എന്തൊരു ബാഡ് സ്മെല്ല എന്റെ മുറിയില്. ഇങ്ങനൊന്നും ആയിരുന്നില്ല എന്റെ അമ്മ. നീ എന്തായി കാണിക്കുന്നേ? അലക്കിയതും കഴുകാനും ഒക്കെ ഉണക്കാനുള്ള ടെറസ് അവിടെ കൊണ്ട് വിരിച്ചൂടെ? ടെറസ് ഫുള്ളാ. ഫുള്ളോ? സൗര്യം കെടുത്താ ഒന്ന് പോകുന്നുണ്ടോ? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ടെറസ് നമ്മുടെ മാത്രം സ്വന്തം അല്ലല്ലോ.
അക്രോഫോബിയ. What? അത് മനഃശാസ്ത്രം ചുക്കോ ചുണ്ടാമെന്നറിയാത്ത നിന്നോട് ഞാൻ എടീ ഉയരത്തിനോടുള്ള ഭയം അതാ സംഭവം. ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഛെ, അതിനും മാത്രമൊന്നുമില്ല. അങ്ങനെ ചികിത്സിക്കാൻ പോയാൽ പിന്നെ അതിന് മാത്രം നിരം കാണുമോ? എല്ലാവരുടെ മനസ്സിലും കാണും ഇങ്ങനെ ചില തമാശകൾ. ഇനി നീ ഇത് ആരോടെങ്കിലും പറഞ്ഞ് മമ്മിയെ നാറ്റിക്കാൻ നിൽക്കണ്ട. മമ്മിയോട് ചോദിക്കാൻ വേണ്ട. ഓക്കെ? ഓക്കെ. നിന്നെ ഫ്ലാറ്റിലാക്കിയിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണം. എങ്ങോട്ട്? ഇന്ന് മലയാള മാസം 15 മാസം അവിടെ കാണും. ഫോൺ സൈലന്റ് ആക്കിയല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി ഇന്നിവിടെ കളി കാണുമെന്ന്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പട്ടിണിയാ കേട്ടോ. ടിഫിൻ ബോക്സിലൊന്നും ഇല്ലായിരുന്നു. ഒന്ന് പറഞ്ഞിട്ട് പോകായിരുന്നില്ലേ? മോളാകെ പേടിച്ചു പോയി. ലൂയിസേ, വീടിന്റെ ഐശ്വര്യം വൃത്തിയും ശുദ്ധിയുമുള്ള ഭാര്യയാണ്. സോക്രട്ടീസിന്റെ നരകം വൃത്തിയില്ലാത്ത ഭാര്യയായിരുന്നു. ഒമർ ഖയ്യാമിന്റെ സ്വർഗം എന്നും പനിനീര് കുളിക്കുന്ന ഭാര്യയും. എന്റെ ശാപം കുളിയും തേവാരവുമില്ലാത്ത ഭാര്യ. വായ്നാറ്റം സഹിക്കാൻ വയ്യ. ഡിവോഴ്സ് ആണ് വേണ്ടത്. അല്ല, വക്കീലിനെ മനസ്സിലായില്ലേ? ഞാനാ മണ്ടോദരി രഘു. മണ്ടോദരി രഘു ഒന്നും മിണ്ടാതിരിക്കുവോ? വക്കീലും കേസും ഒക്കെ കോടതിയിലാ. ഞാനിവിടെ എന്റെ ഭാര്യ. നമ്മുടെ ചീഫ് ഗസ്റ്റ് DCP ജീനാബായി എത്തിക്കഴിഞ്ഞു. നമ്മൾ കാത്തിരുന്ന വേഗം ചെല്ലു മണ്ടോദരി, രാവണൻ വെയിറ്റ് ചെയ്യുന്നു. ചെല്ലു. എന്നാ ശരി. ഹാളിന് പുറത്ത് നിൽക്കുന്നവർ എത്രയും വേഗം അകത്തേക്ക് കടന്നിരിക്കുക. We have identified the killer. She is in our radar now. അറസ്റ്റ് നാളെ നടക്കും. ഇന്നൊരു ദിവസം കൂടി. Today is the only day for her. Sorry, ഞാൻ അല്പം ലേറ്റ് ആയി. മിസ്റ്റർ ബാബുരാജ്, എവിടെ തന്നെ വക്കീൽ? എനിക്കിങ്ങനെ വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. ഐ വോണ്ട് ഡിവോഴ്സ്. ഡിവോഴ്സ് മാത്രമല്ല, സെക്കൻഡ് ഹണിമൂണിനുള്ള ടിക്കറ്റ് വരെ ഞാൻ തരാം. പോരെ? സ്വാമി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കേസ് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നെനിക്കറിഞ്ഞൂടെ. എന്നാലും ഞാൻ ഈ കേസ് ജയിക്കും. ലൂയിസാറേ വരുന്ന ബാബുരാജെ. രോമു, ഞാൻ 50,000 രൂപ വാങ്ങിച്ചതിന് സാറിനോട് പറഞ്ഞിട്ടെ. സ്വാമി പോയി രാവണചരിതം കാണും. എന്താ ഇവിടെ ഒന്ന് സെൻഡ് ആയിട്ടൊക്കെ നിൽക്കും. അങ്ങനെയൊന്നുമില്ല. ഈ പിരി ലൂസായ കേസൊന്നും എടുക്കണമെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. പക്ഷേ കക്ഷി കോടീശ്വരനാണ്. പ്ലീസ്. വൈഫ് തന്നെ ചീറ്റ് ചെയ്യുന്നത് താൻ എന്നോട് പറഞ്ഞാൽ പോരാ. കോടതിക്ക് എവിഡൻസ് വേണം. അതുകൊണ്ടോ കയ്യിൽ എവിഡൻസ് ഉണ്ടായിക്കൊണ്ട് വാ. വേണമെങ്കിൽ ടെക്നോളജി ഞാൻ പറഞ്ഞുതരാം. സാർ ഓളെ പോലെ ഞാനൊരു ഫൂൾ ആണെന്നാണോ വിചാരിച്ചത്? നെവർ. യു ആർ എ വെരി ഇന്റലിജന്റ് ടെക്കി. സാർ, എൻ്റെ വൈഫിന്റെ ബിറ്റ എവിടെ കാണിച്ചേ? ഓ കർത്താവേ, ഇത് തൂഫാൻ. എന്ത് ക്ലാരിറ്റിയാ. താനാരുടെ അമൽ നീരതോ? പക്ഷെ സ്ലോ മോഷനിൽ എടുത്തിട്ടില്ല. എന്റെയും ടോമിനിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഈ കൃഷ്ണൻ. ടോമിനി പേരിൽ തന്നെ ഉണ്ട് ഒരു ടോ. ഇൻഫോ പാർക്കിൽ ഞങ്ങൾ ഒരു കമ്പനിയില്ല സാറേ. എനിക്ക് നൈറ്റ് ഷിഫ്റ്റും അവർക്ക് ഡേ ഷിഫ്റ്റും. അവളുടെ ഓവർ ആക്ടിങ് കണ്ട് സംശയം തോന്നിട്ടാ ഞാൻ ബെഡ്റൂമിൽ ക്യാമറ വെച്ചത്. ആരായി ആർട്ടിസ്റ്റ്? കലാക്ഷേത്ര വാസുകി. സ്ത്രീകൾ രാവണവേഷം കെട്ടാറില്ല. വാസുകി കഴിഞ്ഞാൽ പിന്നുള്ളത് നമ്മുടെ തൃപ്പൂണിത്തുറ രഞ്ജിനിയാ. ലോകത്ത് ഒരു ഭാര്യയും ചെയ്യാൻ പാടില്ലാത്ത ചതിയാ അവൾ എന്നോട് ചെയ്തത്. ഇതിനൊക്കെ എന്ത് തെറ്റാ സാറേ ഞാൻ ചെയ്തത്? കൃത്യമായി പറഞ്ഞ 14 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ അപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഹാപ്പിയായ വീട്ടമ്മ ഞാനായിരുന്നു.
ആഘോഷങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടായിരുന്നു ഞങ്ങൾക്ക്. മയക്കത്തിൽ ഞാൻ സിറിലിന്റെ മേലോർഗൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. ഇവനൊക്കെ ഇങ്ങനെ തന്നെ വേണം. ആണുങ്ങളുടെ ചെത്തി കളഞ്ഞിട്ട് വേണം പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ. അതെന്ത് ജീവിതം? ആഷിക്കപ്പനൊന്ന് കാണണ്ടേ? ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അടുത്ത കത്തറിയിൽ നിന്നെ ഞാൻ മുറിക്കൂടാ. കോട്ടയത്തൊരു നസ്രാണി വീട്ടിൽ ജനിച്ച് ഇപ്പോൾ കാനഡയോ അമേരിക്കയോ സ്വപ്നം കണ്ട് ബാംഗ്ലൂരിൽ നഴ്സായി ജോലി ചെയ്യുന്ന ടെസാ കെ എബ്രഹാം എന്ന 22-കാരുടെ പ്രണയം, പ്രണയനഷ്ടം, പ്രതികാരം എന്നീ 3 തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കഥയാണ് ആഷിക് കപൂറിന്റെ 22 ഫീമെയിൽ കോട്ടയം. ഇത് മലയാളത്തിലെ അപൂർവം ഫെമിനിസ്റ്റ് സിനിമകളിൽ ഒന്നാണ്. മാറ്റത്തിന്റെ പുതിയ ലോകത്ത് ഏറ്റവും വില കുറഞ്ഞ വസ്തു ടെസമാരുടെ പെൺശരീരമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന സിറിൽമാരുടെ ക്രൂരതയ്ക്ക് പെൺകുട്ടികൾ തന്നെ പ്രതികരിച്ചാലുണ്ടാവുന്ന ഞെട്ടിപ്പിക്കുന്ന വെള്ളിത്തിര കാഴ്ചയാണ് ഈ സിനിമ. 1000 അഭിവാദ്യങ്ങൾ. വെൽഡൺ കോമഡി. അവസരവാദി എൽ പി തിയേറ്ററിൽ ഇങ്ങനെയൊന്നല്ലോ പറഞ്ഞു. ആഷിക് മാരസിന്റെ ജൂനിയർ ആയിരുന്നു ഈ പാവം. എന്റെ പൊന്നു ദൈവമേ, ഈ തേങ്ങക്കകത്ത് വെള്ളം നിറയ്ക്കുന്ന നേരത്ത് ആ ഡാമിൽ വെള്ളം നിറച്ചിരുന്നെങ്കിൽ കറണ്ട് കേട്ടെങ്കിലും ഒഴിവായി കിട്ടിയ. കഞ്ചാവിന്റെ സ്മെല്ല് കുറച്ച് ദിവസമായി ഈ നേരത്ത്. നീ ആ ചിന്തയെ പറ്റണോ? ന്യൂ ജനറേഷൻ ചിലപ്പോ ഈ പ്രായത്തിലേ തുടങ്ങും. തമാശകളാ, വാ പോയി നോക്കാം. വാങ്ങ എൽ പി, എനിക്ക് ഏതോ ഡൗട്ടാ ഇருக்கு. ഇവിടെ നല്ല കഞ്ചാവിന്റെ മണം ഉണ്ടല്ലേ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു കഞ്ചാവ് ബോധമില്ലെന്നേ. നമ്മൾ ഹൈ റേഞ്ച് കൃഷി ചെയ്യുന്ന നീലച്ചടയെ മുഴുവൻ ഇപ്പൊ തൂത്തുക്കുടി വഴി യൂറോപ്പിലൊക്കെ അല്ലേ പോകുന്നത്. ഇവിടെ കിട്ടുന്ന വെറും ഛത്തീസ്ഗഡ് പുല്ല്, ജിഗർദണ്ഡ. കഞ്ചാവ് പോയിട്ട് ഇവിടെ ഒരു കുറ്റിവീട് പോലും ഇല്ല. എനിക്ക് ആ സ്മെല്ല് കിട്ടിയതല്ലേ, അപ്പുറത്തൊന്ന് പോയി നോക്കിയേ. അവിടെ ഒരു കുന്തമില്ല. സത്യം പറ, നീ എപ്പോഴെങ്കിലും കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് കഞ്ചാവിന്റെ മണമാണെന്ന് കഞ്ചാവ് വലിക്കാതെ നിനക്ക് ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായി? ഇത് വലിച്ചു വട്ടായ ഒരു ചേട്ടൻ അനിയത്തിയാ ഞാനും അപ്പം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ മണം. ഓ, ഉസ്താദ് കഞ്ചൻ വിനോദ് എന്റെ അളിയനാണെന്നുള്ള കാര്യം ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ മറന്നുപോയി. അതേ ഇപ്പൊ എവിടെയുണ്ട്? ഹരിദ്വാരിലോ അതോ കാശിയിലോ? നിങ്ങളിപ്പോ എന്ത് ലെക്ചർ അടിച്ചാലും ശരി, ഇവിടെ ആരോ കഞ്ചാവ് വലിച്ചിട്ടുണ്ട്. ആ ഷീമേടത്തിന്റെ മോനെ എനിക്ക് നല്ല സംശയമുണ്ട്. ആര്യനോ? അവനൊരു പാവം ചെറുക്കനല്ലേ, ഒരു അധ്യാപകന്റെ മകൻ. അവൻ ഒരിക്കലും തെറ്റിയല്ല. നീ വന്നാൽ എനിക്ക് രാവിലെ അമ്മച്ചെടുത്ത് പോകണം. நான் எது சொன்னாலும் நம்பவே மாட்டேன்றீங்க. ഈ തമിഴ് പ്രവർത്തകർ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു തടവ ചൊന്ന 100 തടവ ചൊന്ന മാതിരി ഒരു ഇതാ. വാസുകി ചേച്ചിയുടെ സെന്റിന്റെ മണം. അത് സെന്റ് അല്ലടാ, കസ്തൂരിയ. ഇതാ മോളെ, അമ്മച്ചിക്ക് മകനെയും പേരുകുട്ടിയും കണ്ടാൽ മതിയല്ലോ. മരുമോൾ ഇപ്പോഴും പടിക്ക് പുറത്തല്ലേ. ഇന്നലത്തെ മരുമോൾ ഇന്നത്തെ അമ്മായിയമ്മ, ഇന്നത്തെ മരുമോൾ നാളത്തെ അമ്മായിയമ്മ. നിങ്ങൾ തമ്മിലുള്ള വർഗയുദ്ധത്തിന്റെ ചരിത്രം കൂടിയാണ് നമ്മുടെ ലോക ചരിത്രം. യുദ്ധമൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ബാഗിൽ ഞാൻ ഉണ്ടാക്കിയ കേക്കാ, അമ്മച്ചിക്കുള്ളതാ. കഴിച്ചില്ലെങ്കിൽ കളഞ്ഞേര്. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കഴിപ്പിക്കില്ലേ. ചെന്നിട്ട് വിളിക്കാം. ചേച്ചി, ജാക്കറ്റ് சேலந்த கொடுங்க, நான் அயன் பண்ணி தரேன். നോക്കട്ടെ. ചേച്ചി, ഞാനും ആര്യനൊന്ന് ഗോവയ്ക്ക് പോവാ. ഫിലിം ഫെസ്റ്റിവലാണ്. വൈകിട്ടാ ട്രെയിൻ. ഗോവയിൽ നല്ല ലിക്കർ കിട്ടും. തിരിച്ചു വരുമ്പോ ഒരു കുപ്പി ഫെനി ഉണ്ടെന്നാ വക്കീലിന് കൊടുക്കോ? നീ പോടാ ചക്ക. നിന്റെ ചേച്ചി കനിക്ക് കൊണ്ടുപോയി കൊടുക്ക് അവന്റെ ഒരു ഫെനി. ഇത് ടൂബയിലെ കനിമോഹന്റെ അനിയൻ സുധീം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. അന്നാണ്, ആ ദിവസമാണ് ഞാനല്ലാതായത്.
തോന്നിയ ദിവസം കാണിക്കുന്നോ? ഒരു കിരീടം ക്ഷേമെടുത്തെന്ന് കാണട്ടെ. അവര് തറവാട്ടമ്പലത്തിൽ തൊഴാൻ പോയി. ഇനി നാളെ വരൂ. ഞാൻ പോയില്ല. എനിക്കൊരമ്പലത്തിലും പോകണ്ട. എന്റെ ദേവി ഇവിടെ അല്ലേ, എനിക്കിത് മതി. ചേച്ചി, വാസുകി എന്ന് പറഞ്ഞ എന്താ മീനിങ്? പാമ്പെന്നാണോ? സർപ്പദേവത. അതാണല്ലേ ചേച്ചിക്ക് ഈ ബ്യൂട്ടി. റിയൽ സർപ്പന്റ് ക്വീൻ, ഫെം ഫറ്റാൽ. ചേച്ചി ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്? പാട്രയാണോ? ക്ലിയോ പാട്ര? മുമ്പിന്ന് മാറ്. ചേച്ചി, ഞാൻ വെറുതെ കൊഞ്ചാൻ വന്നിരിക്കുന്നു. നിന്റെ അമ്മ ഇങ്ങോട്ടൊന്ന് വരട്ടെ. എങ്ങനെയാണോ മോനെ വളർത്തുന്നതെന്നൊന്ന് അറിയണോ? ആ തള്ളയല്ല എൻ്റെ അമ്മ. അവരെൻ്റെ അച്ഛൻ്റെ സെക്കൻഡ് വൈഫ് അല്ലേ. ഞങ്ങൾക്കൊന്നും അമ്മമാരില്ല ചേച്ചി. നീ എന്തിനാ വാതിലടച്ച്? തുറക്ക്. ഞങ്ങളിന്ന് ഗോവയ്ക്ക് പോലെ ഇനി 1 മാസം കഴിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ. ആ 1 മാസം ഞങ്ങൾക്ക് ബോറടിക്കാതെ ഓർക്കാൻ ചേച്ചിയുടെ കുറച്ച് ഹോട്ട് ആൻഡ് സ്വീറ്റ് മെമ്മറീസ് വേണം. சேச்சி, மண்ணு திங்கிற உடம்பு மனுஷங்க நாங்க தின்ன தப்பே கிடையாது. இந்த விஷயமெல்லாம் கெட்ட கனவை நினைச்சு மறந்துருங்க. என்னை மன்னிச்சிருங்க. எங்கடி ஓடிங்க வா. வாய பொத்து.
പേടിക്കണ്ട, ഇത് ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല. 5 വീട്ടമ്മമാരാ, ചേച്ചിയും കൂടെ ആവുമ്പോ 6 ആവും. ഇതുണ്ടോ, ഒച്ച വെച്ച ആളെ കൂട്ടിയ ചേച്ചി നാളെ ഇന്റർനെറ്റിൽ സൂപ്പർ സ്റ്റാർ ആക്കും. പെൻ ക്യാമറയാണ്. പിടയ്ക്കാണ്ട് കിടക്ക് ചേച്ചി.